ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹാൾട്ടർ നെക്ക് ബ്ലൗസ് ആട്ടോ. അതിനായിട്ട് ക്ലോത്ത് ഇവിടെ രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ സൈഡ് ആട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അരികൊന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ബാക്ക് പാർട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹുക്ക് വെക്കാൻ വേണ്ടിയാണ് ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തത്. എന്നിട്ട് അരിവൊക്കെ നല്ലതുപോലെ ലെവൽ ചെയ്യാം. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് 16 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എനിക്ക് 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ട് നമുക്ക് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചിലാട്ടോ ആം ഹോൾ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പകുതി 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് നോക്കാം. നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ചരിച്ച് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എനിക്ക് 30 ആണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടി 31.5യുടെ 4/1 ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേസ്റ്റ് വേണ്ടുന്നത് 23 ആണ്. അതിൻ്റെ 4/1 ഭാഗം 5.25 മാർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസിനും കൂടാതെ 1 ഇഞ്ച് നമുക്ക് ഡാർട്ട് പിടിക്കാനുമായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ താഴത്തെ വേസ്റ്റിൻ്റെ അടുത്തുള്ള ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ട് അപ്പുറവും ഇപ്പുറവും 1.5 ഇഞ്ച് വീതം നമുക്ക് ഡാർട്ട് പിടിക്കാനായിട്ട്, ഡാർട്ട് ലെങ്ത്ത് 4 ഇഞ്ചിലാട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ചരിച്ചൊന്ന് കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്ന ആം ഹോൾ കർവ് വരയ്ക്കാം. ഇനി നമുക്കിത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് ആം ഹോൾ കർവ് വേണ്ടുന്നതെന്ന് പറയുന്നത് 14.5 ഇഞ്ചിലാണ്. അതിൻ്റെ പകുതി 7.25. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 7.25 വേണ്ടുന്നത്. ഇത് കറക്റ്റ് 7.25 ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. നേരത്തെ 6.5 എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ആം ഹോൾ കർവ് വരച്ചിട്ട് ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലെ ചരിച്ച് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് 7.25 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് വേണ്ടുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചരിച്ച് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഡെപ്ത്ത് ബാക്ക് ഇതുപോലെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മടക്കി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ. ഞാനിവിടെ ഷോൾഡറും ആം ഹോളും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ ടു BP എത്രയാണെന്ന് നോക്കാം. അതൊരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റായിട്ട് ഒരു ലൈൻ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടുന്നത് ലെങ്ത്ത് ആണ്. ലെങ്ത്ത് 16.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ടക്ക് ലെങ്ത്ത് ആട്ടോ. ടക്ക് ലെങ്ത്ത് ഒരു 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് BP ടു BP എത്രയാണെന്ന് നോക്കാം. BP ടു BP എന്ന് പറയുന്നത് 3.25 ഇഞ്ചാണ് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 4.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് സ്ട്രെയിറ്റായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഇതുപോലൊന്ന് ചരിച്ച് പ്രിൻസസ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 1/4 ഇഞ്ചിലും മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡിലും 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ ചെസ്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടുന്നത് അത് കറക്റ്റിന് നോക്കി മാർക്ക് ചെയ്യാം. എനിക്ക് 7.25 വേണ്ടുന്നത്. അത് ഞാൻ കറക്റ്റിന് മാർക്ക് ചെയ്തിട്ടുണ്ട് തയ്യൽ തുമ്പ് ഒഴിച്ച്. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ബ്രസ്റ്റ് നമുക്ക് വേണ്ടുന്നത് 30.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 31.5 ഇഞ്ച്. അപ്പോൾ ബാക്കിൽ നമുക്കുള്ളത് 15.5 ആട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്ക് ഫ്രണ്ടിൽ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്കത് എത്രയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആട്ടോ മാർക്ക് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക്
ഇതുപോലെ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 8 ഇഞ്ചാണ് വേണ്ടുന്നത്. നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ 2 സൈഡിലും കൂടെ ആകുമ്പോൾ 1 ഇഞ്ച് പോകും. അപ്പോൾ 7 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ആ 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേസ്റ്റ് നോക്കാം. വേസ്റ്റ് നമുക്ക് ഇവിടെ വേണ്ടുന്നത് 5.25 ആട്ടോ. അപ്പോൾ നമുക്കിവിടെ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച് നമുക്കിതുപോലെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5.25 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ കറക്റ്റ് നമുക്ക് 5.25 കിട്ടുന്നുണ്ട്. ഇനി ഇതാ ഈ മുകളിലും 2.5 ഇഞ്ച് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ലൈൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് കർവ് ഷേപ്പ് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ഒരു റൗണ്ടിൽ തന്നെ കൊടുക്കണം. ഈ ചെസ്റ്റ് പോർഷനിൽ നമുക്കിങ്ങനെ കൂർപ്പിച്ച് വരരുത്. ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസസ് കട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ നല്ല രീതിയിൽ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ചിലും അതേപോലെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചിലും നെക്ക് ഡെപ്ത്ത് ഞാൻ 1.25 ആദ്യം മാർക്ക് ചെയ്തത്. പക്ഷേ അത് ടൈറ്റ് ആവും കേട്ടോ കോളറോടെ വരുമ്പോൾ. അപ്പോൾ ഞാനൊരു 2.25 പിന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ ഒക്കെ ഇത്. അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ടാണ്. നമുക്കിത് മെയിൻ പാർട്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മെയിൻ ക്ലോത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൾട്ടർ നെക്ക് ബ്ലൗസ് ആട്ടോ. ഇതിൻ്റെ അകത്ത് സ്ലീവ് ഒന്നും വരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.